അത് കളിയാക്കലായിപ്പോയി. കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. കാരണം ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ട് എന്ന തോന്നൽ തന്നെ അവർക്കില്ല എന്ന് തോന്നുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് അങ്ങനെയാണ്. ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എല്ലാവരെയും പോലെ പരിഭവം പറയാനേ കേരള ഗവൺമെൻറ്റിനും കഴിയുന്നുള്ളൂ. പോയി വാങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും ദയനീയമായ കാഴ്ച. ഇതിനു മുമ്പൊക്കെ BJP കേന്ദ്ര ഗവൺമെൻറ്റിലുള്ളപ്പോൾ UDF ഗവൺമെൻറ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ ന്യായമായ അവകാശം വാങ്ങിയെടുക്കാൻ പണ്ട് കഴിഞ്ഞിരുന്നു കുറേയൊക്കെ. അതിന് ചില നിരന്തര ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ അല്പം സാമർത്ഥ്യം ഇവരും കാണിക്കുന്നില്ല. ഉണ്ടാവില്ല എന്ന് ആകാശം നോക്കിയിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാലോ, ഒരു ഗവൺമെൻറ് നാട്ടിലെ മറ്റ് പ്രതിപക്ഷം പറയുന്ന മാതിരി പറയാനല്ല ഇരിക്കുന്നത്. ഗവൺമെൻറ് കേരളത്തിൻ്റെ അവകാശം വാങ്ങിയെടുക്കാനായിരിക്കുന്നത്. നിരന്തരം കേരളം അവഗണിക്കപ്പെടുന്നതിൽ കേരള ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഏതായാലും അങ്ങനെയാണ്. അവർക്ക് വലിയ പൊളിറ്റിക്കൽ സ്റ്റേക്കൊന്നും കേരളത്തിലില്ല എന്ന തോന്നലായിരിക്കാം ഇത്തരത്തിൽ എല്ലായ്പ്പോഴും അവഗണിക്കുന്നതിൻ്റെ കാരണം. വയനാട്ടിലെ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടല്ലോ, സാധാരണഗതിയിൽ ഒരിക്കലും സംഭവിക്കാത്തതാണ്. പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പോലും പിന്നെ ചില്ലിക്കാശില്ല. ഇപ്പോൾ വീണ്ടും അവഗണനയാണ്. രണ്ട് ഗവൺമെൻറ്റുകളും ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. പല കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളും മാച്ചിങ് ഗ്രാൻറ്റ് കേരളം വെക്കേണ്ടതാണ്. അത് ഇവരോട്ട് വെക്കൂല. ഇപ്പോൾ BJPയുടെ ഇടയ്ക്ക് കണ്ട അഭിപ്രായ പ്രകടനം കണ്ടില്ലേ, അതിൽ പറയിപ്പിക്കുകയും ചെയ്യും. മര്യാദക്ക് ഒന്നോട്ട് ഇംപ്ലിമെൻറ്റും ചെയ്യൂല, ഉള്ളത് പോയി ഫോളോ അപ്പ് ചെയ്ത് വാങ്ങിയെടുക്കില്ല. ഫലത്തിൽ കേരളം എന്ന സംസ്ഥാനം അനുഭവിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തെ നിരന്തരം അവഗണിക്കുകയാണ്. കേരളത്തിലെ MP എപ്പോഴും ബഹളം ഉണ്ടാക്കേണ്ട സ്ഥിതിയാണ് പാർലമെൻറ്റിൽ. കേരളം സമരം ചെയ്യേണ്ട സ്ഥിതിയാണ്. ഇതിന് രാഷ്ട്രീയ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് വേണം. UDFന് അത് ഉണ്ടാക്കാൻ കഴിയും. പണ്ട് ആന്റണി ഗവൺമെൻറ് കാലത്തും അങ്ങനെ പല സമയത്തും ഇത്തരം സിറ്റുവേഷനൊക്കെ BJPയോടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേടിയെടുക്കാൻ കഴിയാത്ത ഇവരെ പരാജയമാണ് കേന്ദ്രത്തിൻ്റെ BJP ഗവൺമെൻറ്റിൻ്റെ ഒരു സംസ്ഥാനത്തോടുള്ള അവഗണന. ജനാധിപത്യ ക്രമത്തിൽ ഈ ഫെഡറലിസത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്.